അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം മുഅ്മിനുകളെ, SNEC വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, എല്ലാവർക്കും ഈദാശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅമാൽ. ഈദുക്കും മുബാറക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി നാം നേടിയെടുത്ത വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അവൻ്റെ ലിഖാഇന് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, റമളാൻ 1 മുതൽ തന്നെ, അതിൻ്റെ മുമ്പ് തന്നെ നാം കേട്ട് ശീലിച്ച ഒരു ഹദീസാണ് ലിസ്വാഇമി ഫർഹത്താനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വ ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. പ്രധാനമായും ഒന്ന് നോമ്പ് തുറക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ നോമ്പ് പൂർത്തീകരിച്ച് ഈദ് ആശംസിക്കുന്ന സമയത്ത്. രണ്ടും അതിൻ്റെ അർത്ഥമാണ്. അതൊരു വലിയ സന്തോഷമാണ്. അള്ളാഹു കൽപ്പിച്ച ഒരു ഇബാദത്ത് അത് അവൻ ഉദ്ദേശിച്ച പോലെ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നത് അതൊരു വലിയ സന്തോഷമാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് ദുആക്ക് ഉത്തരമുണ്ട് നോമ്പ് തുറക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും അവിടെയുണ്ട്. എന്നാൽ രണ്ടാമത്തൊരു സന്തോഷത്തെ സംബന്ധിച്ച് കൂടി പറഞ്ഞു റസൂലുള്ളാഹ്. അത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രാജാതിരാജനായ റബ്ബിനെ കാണുന്ന സന്ദർഭത്തിലാണ് എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ നാഥൻ, നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ആ ശക്തിയുടെ ഉടമ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ തന്നെ നമുക്ക് ആലോചിച്ച് എത്തുപിടിയും കിട്ടാത്ത, എന്നല്ല നമ്മെ സംബന്ധിച്ച് പോലും, നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് പോലും എന്താണ് എന്ന് നമുക്ക് ആർക്കും അറിയാത്ത ഈ പ്രപഞ്ചം, അത്ഭുതങ്ങളുടെ കലവറയായ ഈ പ്രപഞ്ചം, അതിനെ സൃഷ്ടിച്ച് അതിൽ ഈ അത്ഭുതങ്ങളൊക്കെ നിറച്ച് ഈ സൗന്ദര്യങ്ങളൊക്കെ അതിൽ സംവിധാനിച്ച് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ നാഥൻ, ഖാലിഖായ റബ്ബ്, ആ റബ്ബിനെ കാണുക എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതിലേറെ സന്തോഷകരമായ, ഒരു ആസ്വാദകരമായ, ആനന്ദകരമായ ഒരു നിമിഷം വേറെയില്ല. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കലാം ആസ്വദിച്ചു തൂർ സീനാ പർവ്വതത്തിൽ വെച്ചുകൊണ്ട്. അള്ളാഹുവിൻ്റെ കലാമിനെ സംബന്ധിച്ച് അത് ചെവി കൊണ്ട് കേൾക്കുക എന്ന് പറയാൻ സാധ്യമല്ല. അത് ഹർഫുകളില്ലാത്ത, അക്ഷരങ്ങളില്ലാത്ത, ഭാഷകളില്ലാത്തൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു അത്. ശരാശരിഹി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൂസ നബി അവരുടെ എല്ലാം കൊണ്ടും, ശരീരം കൊണ്ട് അത് ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഉറവിടമാകുന്ന റബ്ബിനെ കാണാൻ, ഈ കലാമിൻ്റെ ഉടമയായ റബ്ബിനെ കാണാൻ, ആ കലാമിൻ്റെ മൗസൂഫായ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുകയാണ്. ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൻ തറാനി, ഈ ഭൂമുഖത്ത് അതിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് സാധ്യമാകുന്നൊരിടമുണ്ട്. ഇവിടെ അത് സാധ്യമല്ല. അത് അള്ളാഹു വേറെ പറഞ്ഞിട്ടുണ്ട്, വുജൂഹും യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ഖിയാമത്ത് നാളിൽ അത് സാധ്യമാണ്. ഇവിടെ അത് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതിനനുസരിച്ച ആ ഒരു പ്രകൃതിയല്ല മനുഷ്യനുള്ളത്, അത് എത്ര വലിയവരായാലും എന്നുള്ളതാണ് അതിൻ്റെ സൂചന. പിന്നെ ചില പ്രത്യേക ഘട്ടങ്ങളും പ്രത്യേക സാഹചര്യവും പ്രത്യേക വ്യക്തികളൊക്കെ ഉണ്ടോ, അതൊക്കെ മറ്റൊരു ചർച്ചയാണ്. നാം ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കടക്കുകയല്ല. ആ നിലയ്ക്ക് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. മൂസ നബിയോട് വീണ്ടും പറയുകയാണ് അല്ലാഹു തആല, വലാകിൻ ഉൻദുർ ഇലൽ ജബൽ, ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, ഈ പർവ്വതത്തിലേക്ക് നോക്കൂ. ഫഇൻ ഇസ്തഖറ മകാനഹു, ആ പർവ്വതത്തിലേക്ക് എൻ്റെ ഒളിവ്, എൻ്റെ പ്രഭ, എൻ്റെ തജല്ലി ഉണ്ടായാൽ ആ പർവ്വതം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ കാണാൻ കഴിയും, ഇല്ലെങ്കിൽ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽ ജബൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഒളിവ്, ഒരു തജല്ലി ആ പർവ്വതത്തിലേക്കുണ്ടായപ്പോൾ ജഅലഹു ദക്കാ വഖറ മൂസ സഇകാ എന്നാണ് പറഞ്ഞത്. പർവ്വതം പൊടിഞ്ഞു, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വീണു. ഫലമ്മാ അഫാഖ, എന്നിട്ട് ബോധം തെളിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണ്, നിൻ്റെ പ്രഭ, നിൻ്റെ ഒളിവ് അതെത്ര വലുതാണ്, നിന്നെ കാണാൻ ഞാൻ ചോദിച്ചത് തന്നെ തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. സുബ്ഹാനക, നിൻ്റെ പ്രൗഢിയെ, നിൻ്റെ പ്രതാപത്തെ, നിൻ്റെ മഹത്വത്തെ അത് ആർക്കും അളന്നു തീർക്കാൻ സാധ്യമല്ല. തുബ്തു ഇലൈക, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു എന്നാണ് പറഞ്ഞത്. വാന അവ്വലുൽ മുസ്ലിമീൻ. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലം യതജല്ല മിൻ നൂരിഹി തആല ലിത്തൂരി ഇല്ലാ ഹക്കദ, അന്ന് തൂർ സീനാ പർവ്വതത്തിലേക്ക് ഇത്രമാത്രമാണ് വെളിവായത് അള്ളാഹുവിൻ്റെ ഒളിവിൽ നിന്ന്, അള്ളാഹുവിൻ്റെ നൂറിൽ നിന്ന്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഹിജാബുഹുൻ നൂർ, അള്ളാഹുവിൻ്റെ ഹിജാബ് പ്രകാശമാണ് എന്ന്. വല്ലാത്തൊരു അത്ഭുതമാണ്, നമുക്കിത് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. സാധാരണ നൂറ്, പ്രകാശം, സ്വന്തം കാണാൻ കഴിയുന്നതും മറ്റുള്ളതിനെ കാണിച്ചു തരുന്നതുമാണ്, മറ നീക്കി തരുന്നതാണ്. ഒരു ഇരുട്ടിൽ വെളിച്ചം വന്നാലാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഖാലിഖായ റബ്ബിൻ്റെ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ഹിജാബുഹുൻ നൂർ, അള്ളാഹുവിൻ്റെ ഹിജാബാണ് നൂറ്. ആ നൂറാണ്
അള്ളാഹുവിനെ തൊട്ട് നമുക്ക് മറയിടുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ആ ഹദീസിൽ വിവരിക്കുന്നുണ്ട്, ലൗ കശഫഹു ലഅഹറഖത് സുബ്ഹാത്തി വജ്ഹിഹി ലഅഹറഖത് സുബ്ഹാത്തു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറു. അള്ളാഹു ആ പ്രഭ എങ്ങാനും നീക്കിയിരുന്നുവെങ്കിൽ, ആ പ്രകാശമാവുന്ന മറയെങ്ങാനും നീക്കിയിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രൗഢിയുടെ പ്രഭാകിരണങ്ങൾ എല്ലാ വസ്തുക്കളെയും നശിപ്പിച്ച് കരിച്ചു കളയുമായിരുന്നു എന്ന്. ആ പ്രഭയുടെ ഉടമയായ റബ്ബിൻ്റെ നൂറിൽ നിന്ന് ഇത്രമാത്രമാണ് അന്ന് അതിലേക്ക് വെളിവായത്, തൂർ സീനാ പർവ്വതത്തിലേക്ക് വെളിവായത്. പർവ്വതം പൊടിയുകയാണ്, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വീഴുകയാണ്. എന്നാൽ ഈ റബ്ബിനെ വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്ർ. പൂർണ്ണ നിലാവിൻ്റെ രാത്രിയിൽ ചന്ദ്രനെ കാണുന്നത് പോലെ, പൂർണ്ണമായി നിങ്ങൾ കാണുന്നത് പോലെ, ഒരു മറയുമില്ലാതെ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയും. ആ ലിഖാഇനാണ് ഈ പരിശുദ്ധമായ റമദാനിലൂടെ നാം അർഹരായിട്ടുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ലിഖാ, യാതൊരു മറയുമില്ലാതെ ഈ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ സർവശക്തനായ രാജാതിരാജനായ റബ്ബിനെ കാണുന്ന രംഗമുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെ അഹ്ലുകാർ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. ആ അവർണ്ണനീയമായ ഭൗതിക ലോകത്തെ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത സുഖ സൗകര്യങ്ങളൊക്കെ ആസ്വദിക്കുകയാണ്. സ്വർഗത്തിനെ സംബന്ധിച്ച് ഞാൻ വർണ്ണിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ എല്ലാം ആസ്വദിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് വന്നു. അവരോട് ചോദിക്കും, ഹൽ അസീദുക്കും, നിങ്ങൾക്ക് ഇനി വല്ലതും വേണോ, കൂടുതൽ വല്ലതും വേണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. റഹമുർ-റഹീമായ ആ റബ്ബിൻ്റെ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ സ്വർഗീയ അവകാശികൾ, സ്വർഗവാസികൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഇനി എന്താണ് തരാനുള്ളത്? നീ എല്ലാം തന്നില്ലേ, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ പിന്നെ എല്ലാം ആയില്ലേ, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചില്ലേ, അലം തുബയ്യദു വുജൂഹന, ഞങ്ങളുടെ മുഖം പ്രസന്നമാക്കി തന്നില്ലേ എന്നൊക്കെ തുടങ്ങി അവരിങ്ങനെ പറയുക, ഇനി എന്താണ്? അവർക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഫയുക്ഷഫുൽ ഹിജാബു ബൈനഹു വബൈനഹും, അള്ളാഹുവിൻ്റെയും അവരുടെയും ഇടയിലുള്ള ആ മറ അങ്ങോട്ട് നീങ്ങുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ സമയത്ത് മുഅ്മിനീങ്ങൾ എല്ലാം മറക്കുമെന്നാണ്. ആ കണ്ട സൗന്ദര്യത്തിൻ്റെ, ആ പ്രഭയുടെ, ആ പ്രൗഢിയുടെ, പ്രതാപത്തിൻ്റെ അതൊക്കെ കണ്ട് ആസ്വദിക്കുമ്പോൾ ഈ സ്വർഗീയ സുഖങ്ങൾ ഒന്നുമല്ലാതെ അവർക്ക് അനുഭവപ്പെടുന്നു. ഇതൊന്നും ഇനി ഞങ്ങൾക്ക് വേണ്ട, അതിന് പകരം ഈ കാഴ്ച, അതിൻ്റെ ആസ്വാദനം, അതിൻ്റെ ആനന്ദം നിലനിന്നിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുമ്പോൾ മറ്റ് അനുഗ്രഹങ്ങളെല്ലാം അവർ മറന്നു പോവുകയാണ്. അതിനൊക്കെ പകരം ഇത് നിലനിന്നെങ്കിൽ എന്നവർ കൊതിച്ചു പോവുകയാണ്. അത്ര മനോഹരമായ, അതിഗംഭീരമായ, വാക്കുകൾക്കതീതമായ ഒരു വലിയ സന്തോഷമാണ് വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി എന്ന് പറഞ്ഞത്. ഈ അനുഗ്രഹം വിവിധ രൂപത്തിൽ അനുഭവിക്കുന്നവരുണ്ട്. വർഷത്തിലൊരിക്കൽ, വെള്ളിയാഴ്ച മാത്രം, ആഴ്ചയിലൊരിക്കൽ, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, അങ്ങനെ പല രൂപത്തിൽ അവർ അവരുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച്, അവരവരുടെ ശരീരത്തെ പാകപ്പെടുത്തിയതിനനുസരിച്ച്, ദുനിയാവിൽ അവർ അള്ളാഹുവിലേക്ക് അടുത്തതിനനുസരിച്ച് ഏറ്റ വ്യത്യാസമുണ്ടാവും. പക്ഷേ റസൂലുള്ള പറയുന്നുണ്ട്, അതിൽ ഏറ്റവും പരിപൂർണരായ, സ്വർഗത്തിലെ ഏറ്റവും അനുഗ്രഹീതരായ വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞത് മയ്യൻദുറു ഇലാ റബ്ബിഹി ബുക്രത്തൻ വഅശിയ്യ, ദിനേന 2 വട്ടം റബ്ബിനെ കാണാൻ കഴിയുന്നവരാണ് എന്ന്. മാഷാ അള്ളാഹ്, ദിനേന 2 വട്ടം കാണുന്നവരുണ്ട്, രാവിലെയും വൈകുന്നേരം കാണുന്നവരുണ്ട്. അതിൻ്റെ അനുഭൂതി നമുക്ക് വർണ്ണിക്കാൻ സാധ്യമല്ല. ഈ ഇത്രയും വലിയ ഒരു അനുഭൂതിക്കാണ്, ഇത്രയും വലിയൊരു അനുഗ്രഹത്തിനാണ്, ഇത്രയും വലിയൊരു സന്തോഷത്തിനാണ് ഈ വിശുദ്ധ റമളാനിലെ നോമ്പ് അനുഷ്ഠാനത്തിലൂടെ, നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളിലൂടെ നാം തയ്യാറായിട്ടുള്ളത്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്തത്, വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ആ വിശുദ്ധിയിലൂടെ നാം നേടിയത് അത്ര വലിയൊരു സ്ഥാനമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഇതൊക്കെ കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്. പക്ഷേ അതിന് നാം ചെയ്യേണ്ടത്, ഇനി അത് നഷ്ടപ്പെടുത്തരുത്. ഈ 30 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 29 ദിവസം കൊണ്ട് നാം നേടിയെടുത്ത ഈ വിശുദ്ധി, അള്ളാഹുവിൻ്റെ ലിഖാഇന് പറ്റുന്ന വിധത്തിലുള്ള നമ്മുടെ ഈ വിശുദ്ധി, ഈ ചൈതന്യം, അത് 1 സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാം. ഒരൊറ്റ ദിവസം പെരുന്നാളിൻ്റെ പേരും പറഞ്ഞ് ആഭാസങ്ങളിലൂടെ ഈ വിശുദ്ധിയെ ഒരൊറ്റ ദിവസം കൊണ്ട്, 1 മണിക്കൂർ കൊണ്ട് നശിപ്പിച്ച് കളയുന്ന ഹതഭാഗ്യരുണ്ട്. ആ വിഭാഗത്തിൽ നാം പെട്ടുപോകരുത്. നാം ഇതിനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകണം. എപ്പോഴാണ് നമുക്ക് മരണം വരുന്നത്? അടുത്ത റമളാനിൽ ഇതുപോലെ വീണ്ടും ചൈതന്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയുമോ? അതുവരെ നമ്മൾ ഉണ്ടാകുമോ? നമുക്ക് ആർക്കും അറിയില്ല. അള്ളാഹു അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ താഴത്തിലുമായി നമുക്ക് ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കിട്ടിയത് ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.
അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തിലെ ഖുറഫൻ യുറാ ബാത്തിനുഹ മിൻ ലാഹിരിഹ എന്നൊക്കെ പറഞ്ഞ് സ്വർഗത്തിലുള്ള പ്രത്യേക കൊട്ടാരത്തെ സംബന്ധിച്ച് ഇങ്ങനെ വർണ്ണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഖാലു ലിമൻ യാ റസൂലല്ലാഹ്, ആർക്കാണത് ലഭ്യമാവുക നബിയെ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലിമൻ അഫ്ശസ്സലാമ വ അത്അമത് തആമ വ അദാമ സിയാമ വ സല്ല വന്നാസു നിയാം. 4 കാര്യങ്ങൾ ഇത് നിലനിർത്തുന്നവർക്കാണ്. ലിമൻ അഫ്ശസ്സലാം, സലാം വ്യാപിപ്പിക്കുക, എല്ലാവരോടും സലാം പറയുക, ഇതാണ് ഒന്നാമത്തത്. വ അത്അമത് തആം, ദാനധർമ്മം ചെയ്യുക, അന്നദാനം ചെയ്യുക, ഭക്ഷണങ്ങൾ ദാനം ചെയ്യുക. അതുപോലെ വ അദാമ സിയാം, നോമ്പ് നിലനിർത്തുക. വസല്ല വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ നിലനിർത്തുന്ന ആളുകൾക്കാണ് ഇതൊക്കെ ലഭ്യമാവുക എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഇതൊക്കെ ഞങ്ങൾക്ക് കഴിയുമോ നബിയെ? നോമ്പ് നിലനിർത്തുകാരനെ എന്നും നോമ്പ് വെക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊക്കെ പ്രയാസമല്ലേ എന്ന അർത്ഥത്തിൽ ഞങ്ങൾക്കിത് സാധ്യമാകുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഉമ്മത്തി തുതീഖു ദാലിക, എൻ്റെ ഉമ്മത്തിന് അത് സാധിക്കും. അതിന് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്, ഗ്രേഡുകളുണ്ട്. ഇതിൽ തന്നെ പല അവസ്ഥകളുണ്ട്. A+ഉം ടോപ്പ് പ്ലസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ പല ഗ്രേഡുകൾ ഇതിലുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, കാണുന്ന മുഅ്മിനീങ്ങളായ ആളുകളോട് സലാം പറയുക, അവർ സലാം പറഞ്ഞാൽ മടക്കുക. അപ്പോൾ ആദ്യത്തെ ആ വിഭാഗത്തിൽപ്പെട്ടു, സലാമിനെ വ്യാപിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു വിശേഷണം അവൻ സിദ്ധിച്ചവനായി. പിന്നെ ഭക്ഷണം കൊടുക്കുക, അന്നദാനം ചെയ്യുക, സാധ്യമാകുന്ന വിധത്തിൽ കഴിയുമ്പോഴൊക്കെ കഴിയുന്ന പോലെ പാവങ്ങൾക്ക് അന്നദാനം ചെയ്യുക. ഇനി അതിനൊന്നും കഴിയില്ലെങ്കിൽ സ്വന്തം മക്കൾക്കും സ്വന്തം കുടുംബത്തിനും ഭാര്യ മക്കൾക്ക് ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് നമ്മൾ കൊടുക്കുമല്ലോ, അത് നല്ല നീയത്തോടുകൂടെ കൊടുത്താലും ആ വിഭാഗത്തിൽപ്പെട്ടു. അതിൻ്റെ ഗ്രേഡ് വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം. അതുപോലെ പിന്നെ നോമ്പ് അനുഷ്ഠിക്കുക, നോമ്പ് നിത്യമാക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ റമളാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുകയും പിന്നീട് എല്ലാ മാസവും 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ നോമ്പ് നിത്യമാക്കിയവരുടെ വിഭാഗത്തിൽപ്പെട്ടു. അതിലേറ്റവും ചെറിയതായിരിക്കാം, കാരണം 1-ന് 10 അപ്പോൾ 3 നോമ്പിൽ 30ൻ്റെ ഫലമായി. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ആ നോമ്പിൻ്റെ ഒരു അംശം എല്ലാ ദിവസത്തിലേക്കും എത്തി. അപ്പോൾ വർഷം മുഴുവനും നോമ്പ് ഒറ്റ പോലെയായി. പിന്നെ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക, അതിന് വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്. എന്നാൽ അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഇശയും സുബഹിയും ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവൻ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചവരുടെ, അഥവാ രാത്രി ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിച്ചവരുടെ വിഭാഗത്തിൽപ്പെട്ടു. ഏറ്റവും ചെറിയൊരു ഗ്രേഡായിരിക്കും, എന്നിരുന്നാലും ആ ഇനത്തിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം നേടിയെടുത്ത ഈ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹദീസ് ഇവിടെ ഓതിയത്. തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം, കബീറത്തുകളിൽ നിന്ന് പ്രത്യേകിച്ചും വിട്ടു നിൽക്കണം. അള്ളാഹ് എന്ന ഓർമ്മ നമുക്ക് വേണം. ആ അള്ളാഹ് എന്ന ദിക്റിലും ഫിക്റിലുമായി നമ്മൾ ജീവിക്കണം. അതോടൊപ്പം ഇത്തരത്തിലുള്ള നമുക്ക് കഴിയുന്ന ഇത്തരത്തിലുള്ള സൽക്രമങ്ങൾ നാം നിത്യമാക്കുകയും ചെയ്താൽ തീർച്ചയായും ആ വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. അതുപോലെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ സ്മരണയിൽ ജീവിക്കുക. യഥാർത്ഥത്തിൽ അതാണ് ഈദ്. ബഹുമാനപ്പെട്ട പല ജാഹിദീങ്ങളും ആരിഫീങ്ങളുമായ ആളുകൾ പറഞ്ഞു, എൻ്റെ ഈദിനെ സംബന്ധിച്ച് പലരും പറയുന്നു, എൻ്റെ ഈദ് എനിക്ക് എന്നും ഈദാണ്, എനിക്ക് ആ ഒരു ദിവസം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ഒരു ദിവസം എനിക്ക് കഴിഞ്ഞാൽ അന്ന് എനിക്ക് വലിയ സന്തോഷമാണ്, അന്നാണ് എൻ്റെ ഈദ്. ഞാൻ തെറ്റ് ചെയ്താൽ അത് പെരുന്നാൾ ദിവസമാണെങ്കിലും എനിക്കത് ഈദായി അനുഭവപ്പെടാറില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ആരിഫീങ്ങളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു അബുൽ ഹസൻ നൂരി എന്നവർ. അവർ പറഞ്ഞൊരു കവിതയുണ്ട്, ഖാലു ഗദൻ അൽ ഈദു മാദാ അൻത ലാബിസുഹു ഫഖുൽതു ഖിൽഅതു സാഖിൻ അബ്ദഹു ജറഅ ഫഖ്റുൻ വസബ്റുൻ ഹുമാ ഥൗബായ തഹ്തഹുമാ ഖൽബുൻ യറാ റബ്ബഹുൽ അഅയാദ വൽ ജുമഅ അഹ്റൽ മലാബിസി അൻ തൽഖൽ ഹബീബ ബിഹാ യൗമ അത്തസാവുരി ഫി الثوب الذي خلع الدهر لي مأتم إن غبت يا أملي والعيد ما دمت لي مرءا ومستمعا. മനോഹരമായ കവിത. നാളെ പെരുന്നാളാണല്ലോ, പുതിയ വസ്ത്രം വാങ്ങിയിട്ടില്ലേ, എന്താണ് നിങ്ങൾ ധരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹബീബായ റബ്ബ് എനിക്ക് ധരിപ്പിച്ചൊരു വസ്ത്രമുണ്ട്, അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് എൻ്റെ ഈദ്. റബ്ബ് എനിക്കെന്താണോ തന്നത്, ഫഖറാണ്, സബ്റാണ്, ഇത് രണ്ടും എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ, ആ വസ്ത്രത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ കൊണ്ട് തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിനെ ഓർത്ത് സന്തോഷവും ആനന്ദപുളകിതമാകുന്ന ഒരു ഹൃദയവുമുണ്ട്. അത് തന്നെയാണ് എൻ്റെ ഈദ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിനെ കാണുമ്പോൾ ധരിക്കേണ്ടുന്ന വസ്ത്രം അവൻ നമുക്ക് തന്ന വസ്ത്രമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദഹ്റു ലീ മഅ്തമുൻ, എന്നും എനിക്ക് ദുഃഖമാണ്, ദുഃഖാചരണമാണ്. അള്ളാഹ് എന്ന ചിന്ത എന്നിൽ നിന്നില്ലാതെയായാൽ അത് ദുഃഖമാണ്. എന്നാൽ അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനെ കേൾക്കാനും ആസ്വദിക്കാനും എനിക്ക് കഴിയുന്ന കാലങ്ങളൊക്കെ എനിക്ക് പെരുന്നാളാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പെരുന്നാൾ ആ ഒരു ചിന്തയിലേക്ക് നമ്മെ നയിക്കണം.
ആ ഒരു വലിയ ആനന്ദം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായിരിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തണം. അല്ലെങ്കിൽ എല്ലാം ചെയ്യും, നൂല് ഉണ്ടാക്കി വസ്ത്രമുണ്ടാക്കി അവൾ തന്നെ ആ നൂലൊക്കെ അഴിച്ചു കളയുന്ന, അതൊക്കെ നശിപ്പിച്ച് കളയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഒരു അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാവരുത്. നാം നേടിയത് നാം തന്നെ നശിപ്പിക്കുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നേടിയെടുത്തിട്ടുള്ള ഈ മഹത്തായ ഈ ഒരു അവസ്ഥ, ആ ഒരു ചൈതന്യം, ആ ഒരു നൂറ്, അതിനെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമാവണം. അതിലൂടെ നേടിയെടുത്ത ഈ വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ ഈദ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.